ഇന്നലെ തന്നെ ഖത്തറിലെ വിമാനത്താവളം വൈകുന്നേരം അടച്ചിരുന്നു. അതുപോലെ രാത്രിയിൽ തന്നെ വൈകുന്നേരം അത് കഴിയുമ്പോൾ അതിന് പിന്നാലെ വ്യോമപാത അടച്ചു എന്ന് ഖത്തർ അറിയിച്ചു. ഇങ്ങനെ വല്ലാത്തൊരു ആശങ്ക പരക്കുന്നുണ്ടായിരുന്നു. പ്രവാസികളെ ഒരുപാട് ആശങ്കപ്പെടുത്താതിരിക്കാനും നമ്മളും ശ്രദ്ധിച്ചു. എന്നാൽ വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ പല വാർത്തകളും നമുക്ക് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഈ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഗൾഫ് നാടുകളിലെ യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന് വില കൂടും. അങ്ങനെ വന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു എന്നാണ് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര പറഞ്ഞത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ രാജ്യത്ത് വില വർദ്ധിക്കും, നാണ്യപ്പെരുവുണ്ടാകും, ഇൻഫ്ലേഷനിലേക്ക് രാജ്യം കടക്കും. അങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് ഈ രാജ്യങ്ങൾ തിരിച്ചു പോകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മുടെ പ്രവാസികൾ ഗൾഫ് നാട്ടിലേക്ക് ഉറ്റുനോക്കുന്ന നമ്മുടെ കേരളീയർക്ക് വലിയൊരു ആശങ്കയാണ് ഇതുണ്ടാക്കുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, യഥാർത്ഥത്തിൽ ദുബായ് പോലെ സമാധാനത്തോടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ, റഷ്യ പോലെയുള്ള പല രാജ്യങ്ങൾ, യുക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് ദുബായിലേക്ക് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഈ തൊട്ടയൽ ഖത്തർ പോലെയുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ചില ആശങ്കകൾ അവരെ വല്ലാതെ ബാധിക്കുമോ എന്ന് സംശയമുണ്ട്. പറയൂ അരുൺ, എന്തൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക നിറഞ്ഞിരുന്ന ഒരു രാത്രിയാണ് ഇവിടെ ഗൾഫ് നാടുകളിൽ കടന്നുപോയത്. ഇപ്പോൾ നേരം പുലരുകയാണ്. ഈ നേരം പുലരുന്ന സമയത്ത് പ്രതീക്ഷയുടെ വാർത്തകൾ ചെറിയ തോതിലെങ്കിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ വൈകിട്ട് സംഘർഷം ഗൾഫിന്റെ മറ്റ് മേഖലകളിലേക്കും ഏതെങ്കിലും തരത്തിൽ വ്യാപിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലായിരുന്നു സംഗതികളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം. രാജ്യങ്ങൾ തങ്ങളുടെ എയർ സ്പേസുകൾ അടച്ചുകൊണ്ട് ഏകദേശം ഒരു യുദ്ധസമാന ഒരു അന്തരീക്ഷത്തിലേക്ക് പൊട്ടുന്നതിനെ ഈ ഒരു മേഖല മാറുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടത്. പിന്നീട് ഖത്തറിൽ നിന്നും ഒരു മിസൈൽ ആക്രമണത്തിന്റെ വാർത്ത കൂടി വന്നതോടുകൂടി ഈ ഒരു ആശങ്ക ഇരട്ടിയായി. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ശാന്തമാവുകയും ഇറാൻ തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള തങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് നേരെയല്ല ഈ ഒരു ആക്രമണം, ഇത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്, ഇവിടെ ഈ രാജ്യങ്ങളിലുള്ള പൗരന്മാരെയോ അല്ലെങ്കിൽ പ്രവാസികളെയോ ഒന്നും തങ്ങൾ ഉന്നം വെക്കുന്നില്ല എന്നുള്ള വിശദീകരണം അടക്കം നൽകുകയും അടുത്ത മണിക്കൂറുകൾ തന്നെ സ്ഥിതി സാധാരണ നിലയിലേക്ക് മാറുകയുമായിരുന്നു. വ്യോമഗതാഗതമാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ താറുമാറായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ മേഖലയിലെ വ്യോമഗതാഗതം മണിക്കൂറുകളോളമാണ് ഈ ഒരു വിഷയത്തിന് ഭാഗമായി സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ വിമാനത്താവളങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില ഷെഡ്യൂളുകളെല്ലാം തന്നെ മാറ്റിയത് കൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി പഴയ അവസ്ഥയിൽ എത്തുമെന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ വിമാന യാത്രയ്ക്കായി എത്തുന്ന ആളുകൾ കൃത്യമായി വിമാന അധികൃതർ നൽകുന്ന, വിമാനത്താവള അധികൃതരോ അല്ലെങ്കിൽ എയർലൈനുകളോ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ UAE-യിലും ജാഗ്രത ഉണ്ടായിരുന്നു. കാരണം UAE-യിലും US-ന്റെ ഒരു എയർബേസ് ഉണ്ട്. അബുദാബി അൽദഫ്രയിലാണ് ഈ എയർബേസ് ഉള്ളത്. ഈ ആക്രമണ പശ്ചാത്തലത്തിൽ ഇവിടെയും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ മുന്നറിയിപ്പ് ശക്തമാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇത്തരം കേന്ദ്രങ്ങളിലേക്കുള്ള ഇവിടെയുള്ള വ്യോമസേനാംഗങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന എല്ലാതരം പ്രശ്നങ്ങളെയും അവർ സംരക്ഷിക്കാൻ ആവശ്യം മുൻകരുതലുകൾ എടുക്കുന്നു എന്ന് US കഴിഞ്ഞ ദിവസം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് നടന്ന ഈ ആക്രമണത്തെ വലിയ ഭാഷയിൽ തന്നെയാണ് UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും അപലപിക്കുന്നത്. ഈ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ ഖത്തറിന് നേരെ വന്ന ആക്രമണത്തെയും UAE ഉൾപ്പെടെ രാജ്യങ്ങൾ ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ആക്രമണം, ഈ ഖത്തറാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രാജ്യം. ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് തങ്ങളുടെ സമാധാന ശ്രമങ്ങൾക്കുള്ള തങ്ങളുടെ ശ്രമങ്ങൾ അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്.